വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? രണ്ട് സ്ക്രീൻ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഡ്രൈവർക്കുള്ളതും ഒന്ന് നമുക്ക് കോ പാസഞ്ചർക്കുള്ള നമ്മുടെ കൂടെ എല്ലാ ആൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോ സ്പീഡ് ലിമിറ്റ് 80 വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കൂടുതൽ ആക്സിലേഷൻ വന്നാലും ആ ഒരു 80 കൺട്രോൾ ആയി പോകും. അതെ അതെ അതെ. അത് പിന്നെ നമ്മള് ബാക്കിയുള്ള വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പൊ ഇത്രയും വലിയൊരു വളവ് കമ്പനി വണ്ടി ഓട്ടൊക്കെയാണ് പിന്നെ ഒടിച്ചെടുത്തത് എന്ന് പറയാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനുള്ളത് നമ്മുടെ അസ്കർ ഖാന്റെ കൂടെ ഉണ്ടോ. അസ്കർ ഖാന്റെ ഒരു കരുത്തുറ്റ പോരാളി നമ്മളെ കൂടെ ഉണ്ട്. മഹേന്ദ്രന്റെ ഏറ്റവും പുതിയ മോഡലായ BE6 EV. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളിലൊക്കെ നോക്കിയാലോ നമുക്ക്? ഓക്കെ, ഏതാണ്ട് 15 ദിവസമായിട്ടുണ്ട് അസ്കർ ഖാന്റെ കൂടെ ഈ വണ്ടി എത്തിയിട്ട്. എത്ര കിലോമീറ്റർ നമ്മൾ ഓടി? 1100 കിലോമീറ്റർ ആയിട്ടുണ്ട് നമ്മൾ ഓടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല്? ഇത് ഒരു ഇലക്ട്രിക് വണ്ടി എന്നുള്ള രീതിയിൽ അല്ല ശരിക്കും നമ്മൾ ഇതിനെ കാണുന്നത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് കാറാണ് ശരിക്കും. ഇലക്ട്രിക് വണ്ടി അത് നോക്കണ്ട. ശരിക്കും ഇതിന്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും പിന്നെ എല്ലാ രീതിയിലും ലുക്ക് വൈസ് ആണെങ്കിലും ഒക്കെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ്. പിന്നെ പെർഫോമൻസ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ല പെർഫോമൻസിന് വേണ്ടി ഉള്ളത്. ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഈ 1100 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ ഓടിച്ച് അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ റോഡ് പ്രസൻസ് ആണെങ്കിലും നമ്മൾക്ക് യാത്ര കംഫർട്ട് ആണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഇതിന്റെ സൈഡ് നോക്കിയാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളതിന്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇതിപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് വന്ന പ്രൈസ് 31 lakhs ആണ്. ഞാൻ മാർച്ച് മാസത്തിലാണ് ഞാൻ വണ്ടി വാങ്ങിച്ചത്. ലാസ്റ്റ് ടൈമിലാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പൊ പുതിയ ബഡ്ജറ്റ് പ്രകാരം 1,50,000 കൂടി നമുക്ക് അഡീഷണൽ വരുന്നുണ്ട് എന്നാണ് കേട്ടത്. അപ്പൊ 32.5 വരുന്നുണ്ട് ഇപ്പൊ ഓൺ റോഡ് റേറ്റ്. നമുക്ക് 31 lakhs വന്നിട്ടില്ല. 31 point something എന്താ വന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു വാഹനം വെർത്താണോ? അതാണ്, ഈ റേഞ്ചിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഒരു വാഹനം എന്നുള്ള രീതിയിൽ വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഫെസിലിറ്റി ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളും ഉള്ള വണ്ടികൾക്ക് എനിക്ക് തോന്നുന്ന സൂപ്പർ ലക്ഷറി കാറുകളിലൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫീച്ചേഴ്സൊക്കെ എല്ലാ രീതിയിലും വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ 31 lakhs ഇത് വെർത്തായിട്ടാണ് നമുക്ക് തോന്നുക. റേഞ്ച് വരുന്നത് കമ്പനി പറയുന്നത് 580 പറയുന്നുണ്ട്. പിന്നെ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു 500 റേഞ്ചിൽ കിട്ടുമെന്ന് തോന്നുന്നത്. ഞാനത് കുറച്ച് ഹാർഡായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ എനിക്ക് തന്നെ ഒരു 450 റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം അതിനോട് കിടപിടിച്ച് നിൽക്കണേ. പിന്നെ ഈ ഒരു കമ്പനി പറഞ്ഞ റേഞ്ചിൽ ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള രീതിയിൽ ഓടിക്കേണ്ടി വരും. അതെ. അങ്ങനെ ചെയ്യുമ്പോൾ ഇതില് റീജനറേറ്റിംഗ് മോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ അല്ല, ഞാൻ അതെല്ലാം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പൊ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ ഒരുപാട് മോഡുകളുണ്ട്. പിന്നെ ഡ്രൈവിംഗ് മോഡാണെങ്കിലും പിന്നെ നമുക്ക് പിന്നെ 4 മോഡുകളുണ്ട്. അപ്പൊ അതില് നമുക്ക് ഞാൻ ഏറ്റവും പിന്നെ റേസ് മോഡ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ ഞാൻ ഉപയോഗിക്കുന്നത് 400+ എന്തായാലും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്ന റേഞ്ചിന്റെ കാര്യത്തിൽ ആരും കൺസേൺ ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്താ വെച്ചാൽ എങ്ങനെയായാലും ഒരു 500+ എന്തായാലും കിട്ടുന്ന തോന്നുന്നുണ്ട്. സർവീസ് കോസ്റ്റ് വളരെ കുറവാണ്. എന്നോട് പറഞ്ഞത് 2000 ഒരു ഫസ്റ്റ് ഫ്രീ സർവീസ് ഉണ്ട്. പിന്നെ അതിന് ഒരു ജസ്റ്റ് ചെക്കപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോ 10,000 അടുത്ത പിന്നെ സർവീസ് വരുന്നത്. അതും AC ഫിൽറ്റർ മാത്രമേ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുത്ത ക്യാഷിന് നല്ല വെർത്തായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ വണ്ടി എന്നുള്ള രീതിയിലാണ്. ഞാൻ പൊതുവെ ഇലക്ട്രിക് വണ്ടികളെ വിമർശിക്കുന്ന ആളായിരുന്നു. വിമർശിക്കാന്നല്ല, നമ്മൾ പൊതുവെ അതൊരു പവർ കിട്ടുമോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു പ്രാക്ടിക്കൽ ആണോ എന്നുള്ളൊരു തോന്നാറുണ്ടായിരുന്നു. ഇത് റേഞ്ച് വൈസ് ആണെങ്കിലും ബാക്കിയുള്ള നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെങ്കിലോ കാര്യങ്ങളൊക്കെ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾക്ക് ഇലക്ട്രിക് വണ്ടികളുടെ ഒരു നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സെക്കൻഡറി ഇലക്ട്രിക് വണ്ടികൾ വാങ്ങിക്കാറുള്ളത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഒരു സിംഗിൾ വണ്ടിയാണെങ്കിൽ പോലും നമുക്ക് ആ വെർത്തായിട്ട് നമുക്ക് ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റും. 400 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു ചാർജിങ് ടൈം എങ്ങനെ വരുന്നതിന്? ചാർജിങ് ടൈം എനിക്ക് തോന്നുന്നത് കമ്പനി പറയുന്നത് 10 hours ആണ് 0 to 100. നമുക്ക് അത്ര 0 ആവില്ലല്ലോ. നമ്മളെപ്പോഴും റീചാർജ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒരു അബവ് 30 അല്ലെങ്കിൽ 20 റേഞ്ചെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് 6 hours നമുക്കൊരു 80 റേഞ്ചിലൊക്കെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രമാണ് പുറത്തുനിന്ന് ഇവരെ പിന്നെ ചാർജർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു താമസം വന്നത് കാരണം ഒരു പ്രാവശ്യം മാത്രം പുറത്തുനിന്ന് ചെയ്ത്. അത് എനിക്ക് തോന്നുന്നത് ഒരു 20 minutes ഒരു 20 to 80 ആയിട്ടുണ്ടായിരുന്നു. അതാണ് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ കയറുന്നുണ്ട്.
ഇതിൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഓഫിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അത് ഓൺ ചെയ്തിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മനസ്സിലാവുന്ന രീതി പറയുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ലൈൻസും മാർക്കിങ്ങും ഒക്കെ ഉള്ള റോഡുകളിൽ മാത്രമാണ് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതില് പിന്നെ നമുക്ക് ഓൺ ചെയ്യാം. അഡാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോന്നുണ്ട്. ഇപ്പൊ നമുക്ക് പിന്നെ കൊളീഷൻ അസിസ്റ്റ്, പിന്നെ നമ്മുടെ സ്പീഡ് ലിമിറ്റ് 80 അതെ സ്പീഡ് ലിമിറ്റ് അതെല്ലാം നമുക്ക് അതില് അഡാസിലാണ്. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ എന്ത് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പൊ AC ഓൺ ചെയ്തിട്ടും ഓൺ ചെയ്യാതെയും പോകുമ്പോൾ റേഞ്ചിൽ മാറ്റമുണ്ട്. അത് നമ്മളിപ്പോ അതാണ് കമ്പനി പറയുന്നത്. ഓരോന്നും നമ്മൾ പിന്നെ ഓൺ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് വേണ്ട ഇപ്പൊ ഇതിൽ സീറ്റിങ്ങിൽ തന്നെ ഇപ്പൊ പിന്നെ നമുക്ക് കുറെ സംഭവങ്ങളുണ്ട്. ഓട്ടോ കൂളിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെന്റിലേറ്റർ സീറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ വെന്റിലേഷൻ ഇപ്പൊ നമ്മൾ ഓൺ ചെയ്തു. ഇപ്പൊ ഇന്റെ സൈഡ് മാത്രമാണ് ഓൺ ചെയ്തിട്ടുള്ളത്. ഇനി നിന്റെ സൈഡും കൂടി ഓൺ ചെയ്യണമെങ്കിൽ അതൊന്നും കൂടി അതിൽ ക്ലിക്ക് ചെയ്താല് ഓരോന്നും നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പൊ നിന്റെ സൈഡ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓട്ടോ കൂളിംഗ് വരുന്നില്ലേ. ഓരോന്നിനും ഇതിന്റെ എനർജി ഓരോന്നിനും നമുക്ക് അഡീഷണൽ ചെലവ് വരുന്നതിനനുസരിച്ച് കമ്പനി അനുസരിച്ച് ഓരോ ബട്ടൺ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനിയിപ്പോ അഥവാ റേഞ്ച് കുറഞ്ഞ സമയത്താണെങ്കിൽ ഇതൊക്കെ ഫീച്ചർ ഒഴിവാക്കിയിട്ട് നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് റേഞ്ചിൽ പോവുകയും ചെയ്യാം. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രിക് വണ്ടികളിലും ഈ ഒരു സിസ്റ്റം ആണ് ഫോളോ ചെയ്ത് പോരുന്നത്. രജിത് ഭായ്, ലൈൻ അസിസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കുക വേണമെങ്കിൽ. ഓട്ടോ ഡ്രൈവ് ഓട്ടോ ഡ്രൈവ് ഇപ്പൊ നമ്മളിപ്പോ ഓട്ടോ ഡ്രൈവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ആക്റ്റീവ് ബട്ടൺ നമ്മളെ സ്റ്റിയറിംഗിൽ തന്നെ ഉണ്ട്. ഒരു ആക്റ്റീവ് ബട്ടൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇത് കാണുമ്പോ നമുക്കൊരു പേടി തോന്നും. ഓടിക്കുമ്പോ വേറെ വണ്ടികളൊക്കെ കാണുമ്പോ നമ്മളൊന്ന് അറിയാതെ ഓടിക്കാനുള്ള ഒരു കൈ വന്നു. ശരിക്കും അതിന്റെ ആവശ്യമില്ല. വണ്ടിനെ സെൻസ് ചെയ്ത് ഓടിക്കുന്നതാണ് ശരിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ലോങ്ങിൽ നോക്കിയാൽ തന്നെ എല്ലാ ടേണിങ്ങും കാര്യങ്ങളും. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ റോഡിൽ കൂടി ആളുകൾ നടന്നു പോകുന്നത് കാരണേ നമുക്ക് അതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ വണ്ടി പോകുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ തന്നെ സെൻസറിങ് കാണിക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ. അതെ ഡിസ്പ്ലേ തന്നെ കാണിക്കും. നമുക്കിപ്പോ ഡ്രൈവിംഗിന്റെ ഇടയിൽ ക്ഷീണം, ഉറക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്തെങ്കിലും ഫീച്ചേഴ്സ്? അതാണ് അതിലിപ്പോ അതൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് പിന്നെ മോഡുകൾ ഇതിലുണ്ട്. നമ്മള് ഒരു ക്യാമറ ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതിൽ ബിൽഡ് ആയിട്ട് വരുന്നതാണ്. അതൊക്കെ നമ്മൾ അഡാസ് ഫീച്ചേഴ്സിൽ വരുന്ന ഓരോ പുതിയ അപ്ഡേഷൻസ് ആണ് ശരിക്കും. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വണ്ടി നമ്മളെ പിന്നെ അലാം അടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു അലാറം വന്നിട്ട് നമ്മളെ ഉണർത്തുന്ന രീതിയിൽ സ്റ്റിയറിങ്ങിനും ഒരു സ്റ്റിഫ്നെസ് വരുന്നുണ്ട് ആ സമയത്ത്. അതേപോലെ നമ്മള് ഫോൺ യൂസ് ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതേപോലെ അലർട്ട് വരുന്നുണ്ട്. ഫോണ് പിന്നെ റാഷ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ കാണിക്കും. ഇതിൽ നമ്മളിപ്പോ സ്പീഡ് ലിമിറ്റ് 80 വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന് കൂടുതൽ ആക്സിലേഷൻ വന്നാലും ആ ഒരു 80 കൺട്രോൾ ആയി പോകും. അതെ. അത് പിന്നെ നമ്മള് ബാക്കിയുള്ള വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പൊ ഇത്രയും വലിയൊരു വളവ് കമ്പനി വണ്ടി ഓട്ടൊക്കെയാണ് പിന്നെ ഒടിച്ചെടുത്തത് എന്ന് പറയാം. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് ഇതിൽ പ്രത്യേകതകൾ? ഇത് 2 സ്ക്രീൻ ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. ഒന്ന് ഡ്രൈവർക്കുള്ളതും ഒന്ന് നമുക്ക് കോ പാസഞ്ചർക്കുള്ള നമ്മൾ കൂടുതൽ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഡ്രൈവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്പീഡും ബാക്കിയുള്ള കാര്യങ്ങൾ വണ്ടി ഡ്രൈവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്ക്രീനിൽ കിട്ടും. ബാക്കിയുള്ളത് നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ട് നമുക്ക് ഡ്രൈവിംഗ് അല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റിയ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഇതിലാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ തന്നെ എല്ലാ കമ്പനിയുടെ എല്ലാ സെറ്റിങ്സും കൊടുത്തിട്ടുള്ളത്. അതെ രണ്ടായിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ക്യാബിനാണെങ്കിലും ഡ്രൈവർ സീറ്റ് ആണെങ്കിലും ഒക്കെ നല്ല കംഫർട്ട് ആയിട്ടാണ്. ഒരു ലക്ഷറി ഫീലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഡിസൈനിങ്ങിലും വ്യത്യാസമുണ്ട്. ഈ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നു വേറൊരു വണ്ടിക്കും കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിലൊന്നും അധികം. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് മോഡലാണ് ശരിക്കും ഇത്. പിന്നെ ഇന്റീരിയലാണെങ്കിലും ഒക്കെ നമുക്ക് ഏത് രീതിയിലാണെങ്കിലും നല്ല ഭംഗിയിലാണ്. പിന്നെ രാത്രിയിലൊക്കെ ആണെങ്കിൽ കുറെ ആംബിയൻ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് പല രീതിയിൽ ഒരുപാട് കളറുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലൊരു പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മളെ ഗിയർ നോബിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ഒരു ഡിസൈനിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അതെ ഗിയർ നോബ് ആണെങ്കിൽ ഒരു കോക്പിറ്റ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു പിന്നെ ഹെലികോപ്റ്ററിന്റെ ഒരു സിസ്റ്റം പിന്നെ ഗിയർ നോബ് പോലെയാണ് നമുക്ക്
ഓക്കെ, നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് വരുമ്പോ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രല്, ഡ്രൈവ് മോഡ് ഇത്ര തന്നെയല്ലേ നോർമലി വന്നിട്ടുള്ളൂ? ഡ്രൈവ് മോഡിൽ വേറെ എന്തെങ്കിലും ഡിഫറൻസ് ഐറ്റംസ് എന്തെങ്കിലും? ഇല്ല. ഡ്രൈവ് മോഡ് ഈ പിന്നെ ഗിയർ ലിവറിൽ കാണിക്കുന്നത് എല്ലാ പിന്നെ വണ്ടികളിലും വരുന്ന പോലെ സിസ്റ്റം തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിസൈനിങ്ങിലാണ് മെയിൻ ആയിട്ട് മാറ്റം വരുത്തിയിട്ടുള്ളത്. അതിലൊരു പിന്നെ പാർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു പാർക്കിംഗ് ഒരു ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗിയറിലാണെങ്കിലും നേരെ പാർക്കിങ്ങിലോട്ട് പോകും. ഡയറക്റ്റ് പാർക്കിങ്ങിലേക്ക് മാറും. സ്റ്റിയറിംഗിന്റെ ബാക്കി ഇത് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു സ്റ്റിയറിംഗ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ മഹേന്ദ്രന്റെ ആണെന്ന് പറഞ്ഞു, പക്ഷെ മഹേന്ദ്രന്റെ ലോഗോ അല്ല ഇതിൽ നമ്മൾ കാണുന്നല്ലേ, ബി എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോയിലേക്കാണ്. ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, വേറൊരു രീതിയിൽ തന്നെയാണ് കമ്പനി ഇറക്കിയിട്ടുള്ള വണ്ടികൾ. ഇത് പക്ക 100% ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഇറക്കിയ വണ്ടികളിലാണ് പെട്ട ഒരു വണ്ടിയാണ് ശരിക്കും. അങ്ങനെ ഒരു വണ്ടികൾ തന്നെ ഇന്ത്യയിൽ കുറവാണ് ശരിക്കും. മറ്റേ സ്റ്റിയറിംഗിലാണെങ്കിലും ഫീച്ചേഴ്സും കാര്യങ്ങളും ഒരുവിധ, അതായത് നമ്മളെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഫീച്ചേഴ്സ് പറഞ്ഞാൽ തീരില്ല. അതെ ഫീച്ചേഴ്സ് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് നമ്മൾക്കൊന്നും കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതില് റോഡ് അസിസ്റ്റന്റ് ഒക്കെ ഒരു പട്ടിൽ തന്നെ ഇതില് ഈ സംഭവങ്ങളൊക്കെ റീജൻ മോഡുകളാണ് ശരിക്കും. ഇത് നമ്മള് പ്ലസില് റീജൻ 1, 2, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞിട്ട് 3 മോഡുകൾ ഉണ്ട് ശരിക്കും. പിന്നെ നമ്മള് പിന്നെ റീജനറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ വരുന്നുണ്ട്. അത് റീജനറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 3rd ലെവൽ 3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൺസപ്ഷൻ വളരെ കുറവാണ്, എനർജി വളരെ കുറവായിട്ട് തന്നെ ഓടിക്കാൻ കഴിയും. നമുക്ക് ബാറ്ററി പെർസെന്റേജ് വളരെ കുറവില് നമുക്ക് വേണമെങ്കിൽ എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാൻ പറ്റും. റീജനറേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിട്ടേൺ ബാറ്ററി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് അതില് നമ്മളിപ്പോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ലെവൽ 1 ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. റീജനറേറ്റിംഗ് മോഡിക്ക് വരുമ്പോൾ നമ്മൾ റീജനറേറ്റിംഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന അതേ ഫീലാണ് വരുന്നത്. ഒന്നുകൂടി ഫ്രീ ആയിട്ട് നമ്മളൊരു ന്യൂട്രലൊക്കെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാ വരിക, ഒരു ഒഴുകി പോകുന്ന ഒരു ഫീലാ വരിക. ലെവൽ 1 വരുമ്പോ തന്നെ ചെറിയൊരു പിടുത്തം വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ലെവൽ 2 വരുമ്പോൾ കുറച്ചും കൂടി കൂടും. ലെവൽ 3 വരുമ്പോൾ ഭയങ്കര ഹാർഡായ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ അത്രയും നമുക്ക് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്നതോടുകൂടി വീണ്ടും റീജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, ബാറ്ററിയിൽ ചാർജ് കയറിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ ലെവൽ 3 വരുമ്പോൾ നമ്മൾ ആക്സിലേഷൻ കൊടുക്കുമ്പോൾ സ്പീഡിന്റെ ലിമിറ്റ് കൺട്രോളബിളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ? അല്ല, സ്പീഡും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ ആക്സിലറേഷൻ അനുസരിച്ച് തന്നെ വണ്ടി കയറി പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് കുറച്ചൊരു വണ്ടി ഒന്ന് സ്റ്റിഫായ പോലെ നമുക്ക് തോന്നുന്നു, ഒന്നും കൂടി ഒന്ന് ഹാർഡായ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒഴുക്കുന്ന ഒരു വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സൺറൂഫ് ഒക്കെ വരുന്നുണ്ടോ? സൺറൂഫ് ഉണ്ട്. സൺറൂഫ് അല്ല ശരിക്കും, ഇത് മൂൺ റൂഫ് എന്നുള്ള രീതിയിൽ അറിയാം കമ്പനി പറയുന്നതിന്. ഫുള്ളി ഗ്ലാസ് ആയിട്ട് പനോരമിക് ഗ്ലാസ് റൂം. ഇറങ്ങി നിൽക്കാൻ കഴിയില്ല. ഇല്ല കയറി ഇത് ഓപ്പൺ ചെയ്യാൻ, ഗ്ലാസ് ഓപ്പൺ ചെയ്യാൻ പറ്റൂല. ഗ്ലാസ്സിൽ നമുക്ക് കുറെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ആംബിയൻ ലൈറ്റിന്റെ സെയിം സംഭവങ്ങൾ രാത്രിയിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഏത് കളർക്ക് വേണമെങ്കിലും അതിന്റെ കളർ തീമൊക്കെ മാറ്റാൻ കഴിയും. അതൊക്കെ ഒരു പുതിയൊരു ഫീച്ചറാണ്, വേറെ വണ്ടികളിലൊന്നും കാണാത്തൊരു ഫീച്ചേഴ്സ് ആണ്. നൈറ്റിലാണ് നമുക്ക് ഇന്റീരിയറൊക്കെ കാണാൻ ഒന്നുകൂടി ഭംഗിയുള്ളത്. ഒരുവിധം നമ്മൾ വണ്ടീൻ്റെ ഉൾഭാഗം കണ്ടു, ഡ്രിഫ്റ്റിംഗ് ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനി ബാക്ക് ഭാഗത്തേക്ക് വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. എങ്ങനെ ബൂട്ട് ഓപ്പണിങ്ങിൽ തുടങ്ങാം? ഇലക്ട്രിക് ടൈൽ ഗേറ്റ് ആണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ. അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നല്ലേ? ബട്ടണിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സെൻസർ മുഖാന്തരം ഉള്ളതും ഉണ്ടല്ലേ? അതെ നമുക്ക് കാലുകൊണ്ട് ഇങ്ങനെ. ഓക്കെ, നമുക്ക് ക്ലോസിംഗ് ഇതേ രീതിയിൽ തന്നെ കിട്ടുമോ? ക്ലോസിംഗ് അതേപോലെ തന്നെ
അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മളിന്നുള്ളത് നമ്മുടെ തങ്കയത്ത് ഷൗക്കത്ത് ഖാൻ്റെ വീട്ടിലാണ്. ഷൗക്കത്ത് ഖാൻ്റെ അനിയനാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.